നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് RSP ഇരവിപുരം മണ്ഡലം സെക്രട്ടറി N നൌഷാദ് പാർട്ടി സ്ഥാനത്തു നിന്നും രാജിവെച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ പാർട്ടിക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് നൌഷാദ് ഉന്നയിച്ചിരിക്കുന്നത്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തഴഞ്ഞ് NK പ്രേമചന്ദ്രൻ MPയുടെ താൽപര്യപ്രകാരം ഒരു സമവായ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാലാണ് രാജിവെക്കുന്നതെന്ന് നൌഷാദ് പറഞ്ഞു. സ്വന്തം മകന് സീറ്റ് നൽകണമെന്ന പ്രേമചന്ദ്രന്റെ ദുർവാശിയാണ് പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ കാരണമായതെന്നും RSP എന്നത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണെന്നും അല്ലാതെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പ്രേമചന്ദ്രൻ പാർട്ടി എന്നല്ലെന്നും നൌഷാദ് പ്രതികരിച്ചു. പാർട്ടിയുടെ ഐക്യം നിലനിർത്താൻ എന്ന പേരിൽ പ്രേമചന്ദ്രൻ തന്റെ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ച് തദ്ദേശ പ്രതിനിധികളും 3 കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും വരും ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്ന് നൌഷാദ് മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയം RSPക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് N നൌഷാദിന്റെ പേരിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ മകൻ കാർത്തികിന് അവസരത്തിനായി NK പ്രേമചന്ദ്രൻ വാദമുയർത്തി. വെള്ളിയാഴ്ച നടന്ന പാർട്ടി യോഗത്തിൽ കാർത്തിക പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം അംഗീകരിക്കാനാകില്ലെന്ന് ഷിബു ബേബി ജോൺ പക്ഷം ഉറച്ച നിലപാടെടുത്തു. ഇതോടെ ഷിബു പക്ഷം ഉയർത്തിക്കാട്ടിയ ആളെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പ്രേമചന്ദ്രൻ പക്ഷവും നിലപാട് സ്വീകരിച്ചു. തർക്കത്തെ തുടർന്ന് സമവായ സ്ഥാനാർത്ഥിയായി RSP യുവനേതാവ് അഡ്വക്കേറ്റ് വിഷ്ണു മോഹനെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ പാർട്ടി തീരുമാനങ്ങൾ ഒരു കേന്ദ്രത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണെന്നും മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രേമചന്ദ്രന്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയായിരുന്നുവെന്നും നൌഷാദ് വിമർശിച്ചു. കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകില്ലെന്ന് നേരത്തെ സംസ്ഥാന സെക്രട്ടറി A അസീസ് വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് നടന്ന ജില്ലാ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ വെറും പ്രഹസനമായി മാറിയെന്നും N നൌഷാദ് പറഞ്ഞു.